ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും 10,000 രൂപ വീതം അനുവദിക്കും. താൽക്കാലിക പുനരധിവാസം വൈകാതെ നടപ്പാക്കും. വയനാടിന്റെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് കേന്ദ്രത്തോട് 2,000 കോടി രൂപ ആവശ്യപ്പെട്ടു. ദുരന്തത്തിൽ വിദഗ്ധ പഠനം ആവശ്യമെന്ന് കേന്ദ്ര സംഘം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മൃതദേഹങ്ങൾ കിട്ടിയത് സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്തുനിന്ന്. വയനാട് ദുരന്തത്തിൽ സർക്കാരുകളോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റിംഗും ജിയോ മാപ്പിംഗും നടത്തിയിട്ടുണ്ടോ എന്ന് കോടതി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തേടി. വയനാട് വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും. അസാധാരണ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ. ഞങ്ങളൊരു 10 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു സൗണ്ട് കേട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി. ഇടി വെട്ടിയതാണെന്ന് തോന്നിയതാ. അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിസരത്ത് മൊത്തം ഒരു ജർക്കിങ്. പ്രകമ്പനം മേപ്പാടി, ബത്തേരി, അമ്പലവയൽ മേഖലകളിൽ. ഭൂചലന സാധ്യതയില്ലെന്ന് സീസ്മോളജി സെന്റർ. പത്തനംതിട്ട തിരുവല്ലയിൽ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ പഴുതാര. ചത്ത പഴുതാരയെ കണ്ടെത്തിയത് കടപ്ര ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ. നടപടിയെടുത്ത ഭക്ഷ്യസുരക്ഷാ വിഭാഗം. നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ച ചികിത്താൻ വ്ലോഗർ അറസ്റ്റിൽ. തിരുവല്ല സ്വദേശി അജ്വലക്സിന്റെ അറസ്റ്റ്. അമ്മ ജനറൽ സെക്രട്ടറിയുടെ പരാതി. യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷം ഉണ്ടാക്കുന്ന പരാമർശം നടത്തിയെന്ന കേസ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം. CBI ED കേസുകളിൽ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. വിചാരണ വൈകുന്നതിൽ വിമർശനം. സിസോദിയെ പുറത്തിറങ്ങുന്നത് 16 മാസങ്ങൾക്ക് ശേഷം. വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും ഉഗ്രശബ്ദവും കേട്ടു. ഇവിടങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ച പ്രദേശങ്ങളിലും കോഴിക്കോട്